വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ലക്കി ലച്ചു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് 10 മണിച്ചെടിയെ കുറിച്ചാണ്. നമുക്ക് നേരെ 10 മണിച്ചെടി ഇടത്തേക്ക് പോകാം. നിങ്ങൾ ആ 10 മണിച്ചെടി കണ്ടിട്ട് വരൂ എൻ്റെ വീട്ടിലത്തെ. മണിച്ചെടിത്തോട്ടം, ചെറിയ തോട്ടം. അപ്പോൾ ഇങ്ങനെയാണ് 10 മണിച്ചെടി ഞാൻ നട്ട് വെച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ മുട്ടകളൊക്കെ കണ്ടോ, ഇതേപോലത്തെ മുട്ടകൾ നമുക്കിങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ ഇവിടെ പൂ നന്നായിട്ട് ഭംഗിയായിട്ട് വിരിഞ്ഞിക്കും. ഇതിൻ്റെ പല കളക്ഷൻസ് ഉണ്ട്. ഡാർക്ക് പിങ്ക്, വൈറ്റ്, ഓറഞ്ച്, റെഡ്, അങ്ങനെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. പൂവില്ലാത്തൊരു ഇതുണ്ട്, നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ വെച്ചുണ്ടാക്കിയതാണെന്ന് പോലെ തോന്നുന്നത്, ഉണ്ടാക്കിയതുപോലെ നമുക്ക് തോന്നും. പക്ഷേ ഉണ്ടാക്കിയതല്ല, പൂവുണ്ടാവില്ല. നല്ല പച്ച, ഡാർക്ക് പച്ച പോലെ ഇരിക്കും. നല്ല രസമാണിത് കാണാനായിട്ട്. ഡാർക്കല്ല, മാറിപ്പോയി ലൈറ്റ് പച്ച. നല്ല രസമാണ്. കിളികളെ പോലെയൊക്കെ ഉള്ള പച്ചയില്ലേ, തത്തേനെ പോലെയൊക്കെ ഉള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചെടികളൊക്കെ. ഈ സൂര്യപ്രകാശത്തിലാണ് ഈ ചെടികളൊക്കെ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് ചെടികളൊക്കെ ഇപ്പോൾ ഒട്ടും വളരുന്ന പൂക്കൾ വിടർന്ന തന്നെ മഴ വീഴുമ്പോൾ അപ്പം തന്നെ ചീത്തയായി പോകും. ചാണകപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ വളം. പിന്നെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് പോലത്തെ കുറച്ച് സാധനങ്ങളല്ലേ, അതൊക്കെ വെള്ളത്തിലിട്ട് ഒരു ദിവസം പഴകിയ വെള്ളം മാത്രം ഇതിനകത്ത് കൊണ്ടുപോയി ഒഴിക്കുക. സവാളയാണ് മെയിനായിട്ടും വേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, കമൻറ്റും കൂടി ചെയ്യണം. ടാറ്റാ.